നമസ്കാരം. US പ്രസിഡന്റ് പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. കാത്തിരുന്ന് കാണുക. ഇറാനിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് തിങ്കളാഴ്ച തങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിച്ച അജ്ഞാത സന്ദേശമാണിത്. പേർഷ്യൻ ഭാഷയിലുള്ള സന്ദേശം മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണിയുടെ മേഘങ്ങൾ കട്ടികൂടുകയാണ്. ഇറാനുമേൽ പരിമിതമായ സൈനികാക്രമണം നടത്തുന്നത് ആലോചനയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ സന്ദേശം എത്തിയിരിക്കുന്നത്. 15 ദിവസത്തിനകം ആണവ കരാറിൽ തീരുമാനമായില്ല എങ്കിൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഏത് ആക്രമണത്തെയും അതിശക്തമായി നേരിടുമെന്നാണ് ഇറാന്റെ നിലപാട്. എങ്കിലും ആണവ വിഷയത്തിൽ നയതന്ത്രപരമായ പരിഹാരത്തിന് സാധ്യതയുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരുന്നു. ഇതിനായുള്ള കരട് നിർദ്ദേശം വരും ദിവസങ്ങളിൽ മധ്യസ്ഥർക്ക് സമർപ്പിക്കും. യുദ്ധസാധ്യത കണക്കിലെടുത്ത് ഇന്ത്യ, സ്വീഡൻ, സെർബിയ, പോളണ്ട്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ലെബനനിലെ US എംബസി തങ്ങളുടെ ജീവനക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി. ഇറാനിലെ സർവകലാശാലകളിൽ വീണ്ടും ഭരണവിരുദ്ധ പ്രക്ഷോഭം ശക്തമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇറാനിയൻ പതാക കത്തിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ജനുവരിയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ 7000-ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ തന്നെ റിപ്പോർട്ട്. വ്യാഴാഴ്ച ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ദുർബലമായ അവസ്ഥയിലാണെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധം ഒഴിവാക്കണമെന്നുമാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. ഇറാൻ അമേരിക്ക ബന്ധങ്ങൾ 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം കടുത്ത വൈരാഗ്യത്തിലേക്ക് നീങ്ങിയതാണ്. തുടർന്ന് ഉപരോധങ്ങൾ, ആണവ പരിപാടി സംബന്ധിച്ച തർക്കങ്ങൾ, 2015-ലെ ആണവ കരാർ, പിന്നീട് അതിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റം, ഇവയെല്ലാം പരസ്പര വിശ്വാസത്തെ തകർത്തു. പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച നീക്കം സംഘർഷത്തെ രൂക്ഷമാക്കി. 2020-ൽ ഖസൈം സുലൈമാനിയുടെ വധം സംഭവിച്ചതോടെ രണ്ട് രാജ്യങ്ങളും തുറന്ന സംഘർഷത്തിന്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യുദ്ധ സൂചനകൾ കൂടുതൽ ആശങ്കാജനകമാവുന്നത്. പരിമിതമായ സൈനികാക്രമണം എന്ന ആശയം പോലും മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. ഇറാൻ പ്രാദേശികമായി പല സഖ്യങ്ങളും സായുധ കൂട്ടായ്മകളും കൈവശം വെച്ചിട്ടുണ്ട്. അതിനാൽ നേരിട്ടുള്ള ഒരു ആക്രമണം പ്രോക്സി യുദ്ധങ്ങളിലേക്കും കടൽമാർഗങ്ങളിലെ സംഘർഷങ്ങളിലേക്കും വ്യാപിക്കും. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിലെ അസ്ഥിരത ആഗോള വ്യാപാരത്തെയും എണ്ണ വിതരണത്തെയും താറുമാറാക്കും. എണ്ണ വില ഉയരുക, പണപ്പെരുപ്പം കുതിക്കുക, ഓഹരി വിപണികൾ തകർച്ച നേരിടുക, ഇവ ലോകമെമ്പാടും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ ഇടപെടൽ നിർണായകമാണ്. ശക്തി പ്രദർശനത്തിനു പകരം നയതന്ത്രപരമായ ചർച്ചകൾക്കും മധ്യസ്ഥതയ്ക്കും മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. യുദ്ധം ഒരിക്കൽ ആരംഭിച്ചാൽ അതിന്റെ ദിശയും പരിധിയും നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് ചരിത്രം പഠിപ്പിച്ചിട്ടുള്ള പാഠം. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് നേതാക്കളായിരിക്കാം, എന്നാൽ അതിന്റെ വില നൽകുന്നത് വെറും സാധാരണ ജനങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നടിയുക, അഭയാർത്ഥി പ്രവാഹം വർദ്ധിക്കുക, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുക, ഇവ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അമേരിക്ക ഇറാൻ സംഘർഷം രണ്ട് രാജ്യങ്ങളുടെ രാഷ്ട്രീയ തർക്കം മാത്രമായിരിക്കില്ല, അത് ആഗോള സമാധാനത്തിനുമേലുള്ള വെല്ലുവിളിയായി തീരും. ശക്തിയുടെ ഭാഷയ്ക്ക് പകരം സംവാദത്തിന്റെ ഭാഷയാണ് ദീർഘകാല സ്ഥിരതയ്ക്ക് വഴിയൊരുക്കുക. യുദ്ധഭീഷണിയുടെ നിഴലിൽ ലോകം കാത്തിരിക്കുന്നത് ആയുധങ്ങളുടെ ഗർജനമല്ല, വിവേകത്തിന്റെ ശബ്ദമാണ്.